ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിത് ഇന്നത്തെ എപ്പിസോഡ് മാത്രമല്ല പറയണത്, ഇതിന്റെ റീമേക്ക് ഭാഗം, അതായത് ഒറിജിനൽ ഭാഗം കണ്ടിട്ട് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഭൂമിയാണെങ്കിൽ നടക്കാൻ വേണ്ടി പോയിട്ട് ആകെ ക്ഷീണിച്ച് മതിയായിട്ട് നടന്ന് തളർന്നു വരുമ്പോഴേക്കും അവിടെ അച്യുതൻ ഭൂമിനെയും കാത്തുകൊണ്ട് നമ്മുടെ അംബാസിഡറായിട്ട് കാത്തു നിൽക്കുകയാണ്. കുറച്ച് സ്നാക്സ് ഉണ്ട്, വെള്ളം ഉണ്ട്, ചായ ഉണ്ട്, എല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ്. മോളെ എന്ത് പറ്റി? മോളാകെ ക്ഷീണിച്ചല്ലോ, വല്ലാത്തൊരു തളർച്ചയും മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. ഇപ്പൊ മോൾക്ക് നടക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലല്ലോ. എന്ത് പറ്റി മോളെ? മോളെ ശരീരത്തിലൊക്കെ ആകെ ഒരു ക്ഷീണമാണല്ലോ. എന്താ മോളെ നീ ഇങ്ങനെ? എന്ത് പറ്റി? എന്തിനു വിഷമമുണ്ടോ? എന്തൊരു സുഖമില്ലായ്മയുണ്ടോ? അച്ഛനോട് പറ മോളെ എന്ന് പറയുമ്പോ ഇല്ലച്ച, എനിക്ക് ഒരു കുഴപ്പമില്ല അച്ഛ, എനിക്ക് വല്ലാത്ത ക്ഷീണം പോലെ. എന്നാൽ മോൾ ഇതിന് എന്തെങ്കിലും കഴിക്കേ? വേണ്ട അച്ഛ, നമുക്ക് തൊട്ടപ്പുറത്തെ വഴിയിൽ പോയാലോ? ആ ശരി എന്ന് പറയണം അച്ഛ. ഈ സി വർക്ക് ചെയ്യുമല്ലോ അല്ലെ? അതെന്താ മോള് നീ അങ്ങനെ പറഞ്ഞത്? ഇത് ഒരിക്കലും നമ്മളെ ചതിക്കില്ല. അല്ല, നമ്മളിപ്പോ പോകാൻ പോകുന്ന സ്ഥലത്തെ ടൂറിസ്റ്റുകാരൊന്നും തരാനുണ്ടാവില്ല. മുമ്പൊക്കെ ടൂറിസ്റ്റുകാരുണ്ടായി തള്ളി തരുമായിരുന്നു. ഇപ്പൊ ടൂറിസ്റ്റുകാരൊന്നും ഇല്ല. അതെന്താ മോളെ? അതൊക്കെ അങ്ങനെയാണ്. ടൂറിസ്റ്റുകാരെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തള്ളാനായിട്ട് ഒറ്റക്ക് തള്ളിക്കോണം. എടി മോളെ, ഇത് ചതിക്കില്ലടി, ഞാനല്ലേ പറയണത് എന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ആക്കാൻ നോക്കുമ്പോഴേക്കും വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല കേട്ടോ. സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. കൊള്ളാം, വന്ദേ മാതരം ബന്ധേ മാതരമായി ബന്ധു പോലെ അയച്ചാ. ഇനി ഇത് തള്ളവും പിടിക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ വണ്ടിന് ഓടില്ല അച്ഛാ. ഈ വണ്ടിന് കുറ്റം പറയല്ലേ മോളെ? ഈ വണ്ടി എനിക്ക് അത്രക്ക് ജീവനാണ്. സത്യം പറച്ച, ഈ വണ്ടിയും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അതെ, മോൾക്ക് ഞാൻ സമയമാകുമ്പോ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാൻ രണ്ടുപേരും അതിന്റെ മുൻവശം തുറന്നു നോക്കിയിട്ട് പറയണ്ട്, ഓയില് ഫുള്ളും ലീക്കാണ്. ചോര തുപ്പണ പോലെ തുപ്പുന്നത് കണ്ടില്ലേ ഓയില്? ഇനി അധികം നാളിത് ഓടില്ല മോളെ. ഇതിനെ സംസ്കരിക്കാൻ സമയമായിന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പോഴേക്കും ഭൂമിക്ക് ആകെപ്പാടെ വല്ലാത്ത വിഷമമാവാട്ടോ. കരയാണ് ഭൂമി. അച്യുതൻ ചോദിക്കണ്ടേ, എന്താ മോളെ? ഒന്നുമില്ലച്ച എന്ന് പറയണം. ശേഷം നമ്മുടെ അച്ഛൻ പറഞ്ഞു, മോൾ വിഷമിക്കൊന്നും വേണ്ട, നമുക്കിത് ശരിയാക്കാടി. നമുക്ക് വേണ്ടച്ച, എവിടെയും പോകണ്ട, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോയാൽ മതിയോ? പോയാൽ മതി അച്ഛ എന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് അച്യുതൻ ഇങ്ങനെ ചുമക്കുമ്പോ ചോര തുപ്പിപ്പോകുവാണ്. അയ്യോ അച്ഛ, ചോര അച്ഛ. അത് കുഴപ്പമൊന്നുമില്ല മോളെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ അച്ഛ. വേണ്ട മോളെ, ഒരു കുഴപ്പമില്ല. വേണ്ട അച്ഛ, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. എനിക്കൊരു സമാധാനമില്ല. വാച്ചൻ വാ, വണ്ടി കയറി. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ, നമുക്ക് വേറൊരു ഓട്ടോ വിളിച്ചു പോവാം. ഈ വണ്ടിയിലെ വർക്ക്ഷോപ്പിൽ ആരെങ്കിലും അതിനെ എടുക്കാൻ വേണ്ടി പറയാം. അച്ഛൻ വാ എന്ന് പറഞ്ഞിട്ട് ഭൂമി നമ്മുടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. ഡോക്ടർ വിശദമായിട്ട് അച്യുതനെ പരിശോധിക്കേണ്ട ശേഷം പുറത്തേക്ക് നിൽക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് ഭൂമിയെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ ഭവാനിയാണെന്നുണ്ടെങ്കിലോ ആ ഒരു കൊലയാളി ഉണ്ടല്ലോ, അതായത് ആ ഒരു വാടക കൊണ്ടിന് അവിടെയൊക്കെ നിർത്തിയിട്ടുണ്ടല്ലോ, അയാളെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞ കാര്യം? അച്യുതന്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചു മേഡം. അയാൾക്കൊരു മകളും ഭാര്യയെ മാത്രം അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. അയാളുടെ മകളെ കുറിച്ച് അന്വേഷിക്കണം. പിന്നെ ആ അച്യുതൻ അയാൾ നമ്മളെ കബളിപ്പിക്കുകയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. അയാൾ എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളഞ്ഞേക്ക്. ശരി മേഡം എന്ന് പറഞ്ഞിട്ട് ആ വാടക കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അച്യുതനെ കേന്ദ്രീകരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ ഡോക്ടർ നമ്മുടെ ഭൂമിയെടുത്ത് സംസാരിക്കേണ്ട. ഭൂമി, അച്ഛന്റെ നില അതീവ ഗുരുതരാവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെ രക്ഷപ്പെടുത്താൻ നമുക്കിനി ആയില്ല എന്ന് പോലും വരും. ഇപ്പൊ തന്നെ സർജറി ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിനി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ചിലപ്പോൾ അച്ഛനെ ഒരു യാത്ര കൊണ്ട് കൊടുക്കേണ്ടി വരും ഭൂമി എന്ന് പറയാണ്. അയ്യോ ഡോക്ടർ, അങ്ങനെ പറയല്ലേ, എന്റെ അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഭൂമി. എനിക്ക് തന്റെ അവസ്ഥ മനസ്സിലാവും. നോക്ക്, എനിക്ക് തന്നോട് പറഞ്ഞു തരുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാലും ഞാൻ പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അച്ഛന്റെ അവസ്ഥ അത്ര ഗുരുതരാണ്. സർ, ഡോക്ടർ വേറൊന്നുമല്ല, പൈസ ഇല്ല ഡോക്ടർ. ഞാൻ മുട്ടാത്ത വാതിലുകളൊന്നുമില്ല. ആരും പൈസ കടമായിട്ട് പോലും തരുന്നില്ല. അല്ല, ട്രസ്റ്റിനൊന്നും കോണ്ടാക്ട് ചെയ്തില്ലേ? ചെയ്തു. എന്റെ ചായക്കടയാണ് അവിടെ എല്ലാവരുടെയും പ്രശ്നം. ഞാനെന്തോ 5 സ്റ്റാർ ഹോട്ടൽ നടത്തുന്ന പോയോ ഓരോരുത്തരുടെ പെരുമാറ്റം. ചായക്കട നടത്തുന്നുണ്ടല്ലോ, കോഫി ഷോപ്പ് നടത്തുന്നുണ്ടല്ലോ, നല്ല ലാഭത്തിലാണല്ലോ എന്നൊക്കെയാ പറയണത്. അതിന് ലോൺ ഉണ്ട് സർ, 8-9 രൂപ. ആ ലോൺ കൊടുക്കണം. അത് മാത്രല്ല, അത് കഴിഞ്ഞിട്ട് വളരെ നിസ്സാര പൈസ മാത്രമേ, അത് വീട്ടു ചെലവിനെ പോലും തികയുന്നില്ല. അതൊന്നൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എല്ലാരും പറയുമ്പോ എനിക്ക് സ്വന്തമായിട്ട് കോഫി ഷോപ്പ് ഉണ്ടെന്ന് ഒക്കെയാ പറയണത്. നമ്മുടെ നാടല്ലേ സർ, ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയണ്ട, ഭൂമി എനിക്കൊരു അറിയാം, ഒരു ട്രസ്റ്റ് അറിയാം. ഞാൻ അവിടുത്തെ ഒരു പേപ്പറിൽ എഴുതി തരാം. ഭൂമി അവിടെ പോയിട്ട് ആ ട്രസ്റ്റിൽ പോയിട്ട് ഞാൻ തരുന്ന പേപ്പർ ഒന്ന് കൊണ്ടേ കൊടുക്കണം. ചിലപ്പോൾ മിക്കവാറും അവർ ഭൂമിനെ സഹായിക്കും.
ശരി ഡോക്ടർ, എന്ന് അങ്ങനെ ചെയ്യാം. ഭൂമി പുറത്തിരിക്കും, ഞാൻ മരുന്ന് എഴുതി തരാം. വേദന അച്ഛനിപ്പോ വേദന ഉണ്ടാവുമായിരിക്കും, ആ വേദന മാറാനുള്ള മരുന്നും പിന്നെ ആ ഒരു പേപ്പർ ഞാൻ തയ്യാറാക്കിയിട്ട് ഭൂമിനെ വിളിക്കാം, പുറത്തേക്ക് ഇരുന്നു എന്ന് പറയാണ്. ശരി ഡോക്ടർ എന്ന് ഭൂമി പറയുന്നുണ്ട്. അതേസമയം അച്യുതനെ കൊല്ലാൻ വേണ്ടി ആ ഒരു വാടക കൊണ്ട് കയ്യിൽ കത്തിയായിട്ട് ഇങ്ങനെ അച്യുതന്റെ അടുത്തേക്ക് വരുന്ന സമയത്താണ് ഭൂമി ഡോക്ടറിന്റെ റൂമിലേക്ക് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ തന്നെ അയാൾ ഒന്നും അറിയാതെ പോലെ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് പോകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭൂമിയുടെ അച്ഛൻ ചോദിക്കേണ്ടത്, എന്താ മോളെ ഡോക്ടർ ഒരുപാട് നേരിൽ സംസാരിക്കണത്, അതോ ഡോക്ടർക്ക് ഒരു പേപ്പർ തരാനുണ്ടെന്ന്. ഇത് കുറെ ആയാലും പേപ്പർ, എവിടെ പോയാലും പേപ്പർ തരുന്നുണ്ടല്ലോ, എന്താ മോളെ പേപ്പർ? അതൊന്നും ഇല്ല അച്ഛാ, അതൊരു സഹായത്തിന്റെ സംഭവമാണ്. അല്ല മോളെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താ ചോര തുപ്പണത്, എന്താ കാര്യം കേട്ട് ഭൂമി പറയണ്ട. അച്ഛാ അത് വേറെ ഒന്നുമല്ല, അച്ഛന് അൾസറാണ്, അൾസർ, പേടിക്കാനൊന്നുമില്ല, അത് മരുന്നഴിച്ചാൽ മാറുന്ന പ്രശ്നമുള്ളൂ. ഓ അതാണല്ലേ, നമുക്ക് പോവാ അച്ഛാ, അച്ഛനെ പുറത്തിറങ്ങി, ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം. ശരി മോളെ എന്ന് പറയാണ്. അങ്ങനെ അച്യുതൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോ ഭൂമി സ്കൂട്ടി എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോവാണ്. അപ്പൊ അച്യുതനെ ഒറ്റയ്ക്ക് വീണ്ടും കിട്ടുമ്പോ ആ വാടക കൊണ്ട് വീണ്ടും അച്ഛനെ കൊല്ലാൻ വേണ്ടി കത്തിയായിട്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് എത്തിയില്ലെന്ന് പറഞ്ഞ് വരുമ്പോഴേക്കും പെട്ടെന്ന് ഭൂമി അവിടേക്ക് വരികയാണ്. അച്ഛാ വാ കേറ് എന്ന് പറയുമ്പോ ആ വാടക കൊണ്ട് വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ കൂടെ നമ്മുടെ അച്യുതൻ കയറി ഒന്നും അറിയാതെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനാട്ടോ. പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയാണെന്നുണ്ടെങ്കിൽ ഭൂമി ഇങ്ങനെ ചായക്കടയിൽ ചായയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ സാറ് ജനലരികെ നിന്ന് വിളിച്ചു പറയണ്ട്, ഭൂമി ഒരു 15 ചായ, 15 സുഖേ, 15 പരിപ്പുവട. എന്താ സാറേ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ആഘോഷമാണ്, ആ ഒരു ചെറിയ വിശേഷമുണ്ട്. എന്താ വിശേഷം? അതെ, നമ്മുടെ CA സാറിന് ആദരിക്കൽ ചടങ്ങ്. ഓ കേസ് അന്വേഷിച്ചതിന്റെ, ശരി ശരി ഞാൻ കൊണ്ടുവരാം. പോലീസുകാരൊക്കെ ഇങ്ങനെ നിരന്ന് നിക്കാട്ടോ അജയ് വരുമ്പോ ബൊക്കെ മാലയൊക്കെ കൊടുത്ത് സ്വീകരിക്കാനായിട്ട്. അങ്ങനെ ബൊക്കെയൊക്കെ റെഡിയല്ലേടോ എന്നൊക്കെ എസ് കേൾക്കുമ്പോ എല്ലാം റെഡിയാണ് സർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആൾദോ അവിടേക്ക് വരുവാട്ടോ. കൊള്ളാലോ, പോലീസ് സ്റ്റേഷനിൽ എന്തോ വിശേഷമാണല്ലോ. അത് നമ്മുടെ അജയ് സാറിന് ആദരിക്കൽ ചടങ്ങ്, ആ കേസ് അന്വേഷിച്ചല്ലോ MLA യുടെ മോന്റെ. ഓ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ സമയത്ത് അജയ് അവിടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത് സർ? സാറിന് ഒരു ചെറിയ ഉപഹാരം, വേറൊന്നുമല്ല. സാർ നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മാനം കാത്തു. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ നല്ല മതിപ്പാണ്. സാർ വന്നപ്പോ തന്നെ ഒരു കേസ് തെളിയിച്ചു, അതിന്റെ ഭാഗമായിട്ട് എന്ന് പറയണം. എടാ ആൾദോ നീ എത്തിയോ? അതേടാ, ഞാൻ വന്നപ്പോ ഇവിടെ ചായ കൂടി പരിപാടി, അപ്പൊ അതിന് പങ്കെടുക്കാന്ന് കരുതി. ശരി, ഞങ്ങൾക്കുള്ള ചായ അകത്തേക്ക് കൊണ്ടുവന്നോ എന്ന് പറഞ്ഞിട്ട് അജയ് ആൽദോനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കേറാട്ടോ. എന്നിട്ട് ആൽദോ ചോദിക്കണ്ടേ, അല്ലടാ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ശരിക്കും പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവക്കല്ലേ, ഭൂമിക്ക്. ശരിയാടാ, അവളാണ് ശരിക്കും പറഞ്ഞാൽ സഹായിച്ചത്. പക്ഷെ എനിക്കത്, അവളൊരു പാവം പെണ്ണാടാ, എനിക്ക് അവളോട് ഒരു ദേഷ്യമില്ല. പക്ഷെ എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ വയ്യടാ. നയനെ പ്രണയിച്ചു കഴിഞ്ഞപ്പോ ഞാൻ എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു. അതുകൊണ്ടാണെന്ന് അറിയില്ല, അത് നഷ്ടപ്പെട്ടപ്പോ ഞാൻ വേറൊരു മനുഷ്യനായി മാറിയടാ. എനിക്കിപ്പോ സ്നേഹമോ കരുണയോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യ ജീവൻ, അത് മാത്രമാണ് ഞാൻ. എനിക്കറിയില്ലടാ എന്ത് ചെയ്യണോന്ന്. ഞാൻ എന്താണ് അവളോട് സോറി പറയണോ? സോറി പറഞ്ഞാൽ നല്ലതാണ് എന്ന് പറയണം. അങ്ങനെ ഭൂമി അവിടേക്ക് ചായയായിട്ട് വരുന്നുണ്ട്. ചായയായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ SCനോട് ചോദിക്കണ്ട്, അതെ അകത്ത് അജയ് സാറുണ്ടോ? ഉണ്ട്, ഭയങ്കര കലിപ്പിലാണ്. എന്നോട് ദേഷ്യമാണോ? ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഈ ചായ കൊടുത്ത് ഒന്ന് കൂളാക്കിയിട്ട് വരാം. വഴക്ക് പറയോ? ഗെറ്റ് ഔട്ട് അടിക്കോ? അതൊന്നും അറിയില്ല. പിന്നെ ആ കൂട്ടുകാരനുണ്ട്. ശരി, എന്നാ 2 ചായ അകത്തേക്ക് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭൂമി 2 ചായയായിട്ട് അകത്തേക്ക് പോവാണ്. സർ ചായ താ എന്ന് പറഞ്ഞിട്ട് അജയ് വാങ്ങിക്കണം. അജയനോട് ഭൂമി പറയുന്നുണ്ട്, സോറി സർ, ഞാൻ സാറിനോട് കുറച്ചധികം സ്വാതന്ത്ര്യം കാണിച്ചു. സാറിന്റെ പൊസിഷൻ അറിയാതെ ചില സമയത്ത് സംസാരിക്കുന്നുണ്ട്. സാർ എന്നോട് ക്ഷമിക്കണം എന്ന് പറയാണ്. ഇത് കേട്ട് അജയ് പറയുന്നുണ്ട്, എടോ സോറി, ഞാനും തന്നോട് സോറി പറയാൻ നിൽക്കുമായിരുന്നു. അയ്യോ സാർ വേണ്ട വേണ്ട, സാറിന് ഈ ഭാവം ചേരില്ല സർ. സാർ എപ്പോഴും ശൗര്യത്തോടെ സംസാരിക്കണം, ദേഷ്യത്തോടെ സംസാരിക്കണം. അപ്പോഴേ സാറിനെ കാണാൻ സൗന്ദര്യമുള്ളൂ. സാർ പാവത്തിനെ പോലെ സംസാരിച്ചാലേ സാറിനെ കാണാൻ ഒരു സൗന്ദര്യവും ഇല്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് അജയ്, എന്താടി കാണിച്ചിട്ടുള്ളത്, എടുത്തോട്ട് പോടി നിന്റെ ചായ എന്ന് പറയാണ്. പെട്ടെന്ന് ഭൂമിനെ എട്ടുവാട്ടോ, വെറുതെ ഭൂമിനെ പേടിപ്പിക്കുകയാണ്. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് അജയ് നമ്മുടെ അഞ്ജനയുടെ അടുത്ത് തുറന്നു പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരു ഭാര്യയായിട്ട് കാണാൻ പറ്റില്ല, എനിക്ക് നിന്നെ പ്രണയിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറയണം. പിന്നെ നമ്മുടെ ഭൂമി ആ ഒരു ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ആ ഒരു ട്രസ്റ്റിലേക്ക്. അത് നമുക്ക് അജയ്ക്ക് പരിചയമുള്ളൊരു ട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അജയ് ആണ് ആ ഒരു കാര്യം, ഭൂമിയുടെ കാര്യം പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് കുറച്ച് പൈസ ആ ട്രസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോഴാണ് അജയ് പോലും അറിയണത് ഭൂമിയുടെ അച്ഛൻ ഇങ്ങനെ സുഖമില്ലായ്മ. ഭൂമിയുടെ ശരിക്കും അജയ്ക്ക് ഭയങ്കര സ്നേഹമുണ്ട് കേട്ടോ, ബഹുമാനമുണ്ട് ഒരു കുടുംബത്തെ നോക്കണേന്റെ. പക്ഷെ അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളാണ് നമ്മൾ നാളത്തെയും മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.